ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡോക്ടറുടെ പ്രോബ്ലം ചെയ്തു, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ പ്രോബ്ലം ചെയ്തു. ഇനി നമുക്ക് ആകെ ചെയ്യാനുള്ളത് ഒരു ലോയറുടെ, ഒരു അഡ്വക്കേറ്റിൻ്റെ പ്രോബ്ലമാണ്. പിന്നെ നമുക്കത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. മിസ്റ്റർ സുഗൻ മിത്ര ഈസ് എ ലീഡിംഗ് ലോയർ ഇൻ കൊൽക്കത്ത. He deposits all money into bank and all payments are done through bank. His bank account for the year ending 31st March 2020 is given below. Compute his professional income. Balance brought down 16,680. Professional fees 2,80,000. Dividend 14,320,000. House rent 45,000. Income from horse race 20,000. Share of income from Hindu undivided family 14,220. ഇത്രയാണ് ലോയറുടെ ഇൻകം തന്നേക്കണേ. ഇതിലേതൊക്കെയാണ് വക്കീലിൻ്റെ ഇൻകം ആയിട്ട് വരണേന്നുള്ളത് നോക്കാം. എക്സ്പെൻസ് മോട്ടോർ കാർ, സാലറി, റെൻ്റ് ഓഫ് ചേംബർ, ടെലിഫോൺ എക്സ്പെൻസ്, മാഗസിൻ സബ്സ്ക്രിപ്ഷൻ, പർച്ചേസ് ഓഫ് മോട്ടോർ കാർ, അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ്, ഡൊണേഷൻ ടു യൂണിവേഴ്സിറ്റി ഓഫ് കൊൽക്കത്ത, മിസ്ലേനിയസ് ഓഫീസ് എക്സ്പെൻസസ്, പേഴ്സണൽ എക്സ്പെൻസ്, ഹൗസ് പ്രോപ്പർട്ടി എക്സ്പെൻസ് ആൻഡ് ബാലൻസ് ക്യാരി ഡൗൺ. ഇത്രയാണ് തന്നേക്കണേ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യണമെന്ന്. അതിനിടയ്ക്ക് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ നോക്കാം. 1/4 ഓഫ് ദ മോട്ടോർ കാർ എക്സ്പെൻസസ് റിലേറ്റ് ടു പേഴ്സണൽ യൂസ്. മോട്ടോർ കാറിൻ്റെ 1/4 ഭാഗം പേഴ്സണൽ യൂസിനാണ് ഉപയോഗിക്കണേന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര എടുക്കാവൂ? 3/4 എടുക്കാൻ പാടുള്ളൂ. 1/4 പേഴ്സണലാണ്. അപ്പോൾ ലോയർക്ക് പ്രൊഫഷണൽ ഇൻകം വരുന്നത് 3/4. അപ്പോൾ മോട്ടോർ കാറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരണ എല്ലാ എക്സ്പെൻസും 3/4 എടുക്കാൻ പാടുള്ളൂ. റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഓഫ് മോട്ടോർ കാർ 20%. മോട്ടോർ കാറിൻ്റെ ഡിപ്രീസിയേഷൻ 20 ആണ്. ആ ഡിപ്രീസിയേഷൻ കണ്ടുവച്ചിട്ട് അതിൻ്റെ 3/4 എടുക്കാൻ പാടുള്ളൂ. സൂസൻ മിത്ര സ്റ്റേസ് ഇൻ ഹിസ് ഹൗസ്. ദ ഗ്രോസ് ആനുവൽ വാല്യൂ വിച്ച് ഈസ് 19,600. Expenses relates to the above house. Insurance premium 1,000. Municipal tax 4,800. അയാളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ആ വീടിൻ്റെ ആനുവൽ വാല്യൂ തന്നിട്ടുണ്ട്, ഇൻഷുറൻസ് പ്രീമിയം സംഭവങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പ്രൊഫഷണൽ ഇൻകത്തിന് അതൊന്നും തന്നെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആളുടെ പ്രൊഫഷണൽ ഇൻകത്തിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രൊഫഷണൽ ഫീസ് എടുക്കുക അല്ലേ. ഡിവിഡൻഡ് എടുക്കണോ? ഏതോ കമ്പനിയുടെ ഷെയർ എടുത്തിട്ട് കിട്ടുന്ന ഡിവിഡൻ്റാണ്. അതെന്താണ്? ഡിസ്അലൗഡ് ആണ്. ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് വരിക, അതുകൊണ്ട് അത് എടുക്കണ്ട. ഹൗസ് റെൻറ്റ്, വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളത് പ്രൊഫഷണൽ ഇൻകം ആണോ? അല്ല. ഇൻകം ഫ്രം ഹോഴ്സ് റേസ്, കുതിരപ്പന്തയത്തിന് പോയിട്ട് കിട്ടിയത് എടുക്കണോ? വേണ്ട. ഷെയർ ഓഫ് ഇൻകം ഫ്രം ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, അയാളൊരു ഫാമിലിയിലെ മെമ്പറാണ്, അവിടെ നിന്ന് കിട്ടിയ ഷെയർ എടുക്കണോ? വേണ്ട. അപ്പോൾ ഒരേ ഒരു ഐറ്റം ഉള്ളൂ എടുക്കാൻ. ഏതാ? പ്രൊഫഷണൽ ഫീസ് 2,80,000 കിട്ടിയല്ലോ. ഇനി എക്സ്പെൻസ് ആയിട്ട് വരിക. മോട്ടോർ കാർ എക്സ്പെൻസ് 16,000 തന്നിട്ടുണ്ട്. നമ്മൾ എന്താ പറഞ്ഞേക്കണേ? അതിൻ്റെ 1/4 ഡിസലൗഡ് ആണെന്ന്. അപ്പോൾ നമ്മൾ 16,000ൻ്റെ 3/4 എടുത്താൽ മതി. ഇനി സാലറി എന്ന് പറഞ്ഞാൽ ഗുമസ്തന്മാർക്കൊക്കെ കൊടുത്തതായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കത് എടുക്കാം. റെൻ്റ് ഓഫ് ചേംബർ, ഓഫീസിൻ്റെ റെൻറ്റ് തന്നിട്ട് അതെടുക്കാം. ടെലിഫോൺ എക്സ്പെൻസസ് ഓഫീസിലായിരിക്കും എന്ന് കരുതിയിട്ട് അതും എടുക്കാം. മാഗസിൻ സബ്സ്ക്രിപ്ഷൻ, കുറേ ലോ ജേണൽസ് വാങ്ങുന്നുണ്ടാവും ആൾ, ആ ലോ ജേണൽസിൻ്റെ സബ്സ്ക്രിപ്ഷനാണ്, അതും നമുക്ക് അലോ ചെയ്യാം. പർച്ചേസ് ഓഫ് മോട്ടോർ കാർ 50,000, 50,000 രൂപ കൊടുത്ത് ഒരു കാറ് വാങ്ങിയത് നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്, ഡിഡക്ഷൻ കൊടുക്കാൻ പാടില്ല. പകരം എന്ത് കൊടുക്കാം? കാറിൻ്റെ ഡിപ്രീസിയേഷൻ മാത്രം നമുക്ക് അലോ ചെയ്യാം. ആ ഡിപ്രീസിയേഷൻ്റെയും എത്ര എടുക്കാൻ പാടുള്ളൂ? 3/4 എടുക്കാൻ പാടുള്ളൂ. അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ് കൊടുത്തതേ ഡിസലൗഡ് ആണ്. പിന്നെ അഡ്വാൻസ് കൊടുത്തത് വേണോ? വേണ്ട. ഡൊണേഷൻ, ഏത് യൂണിവേഴ്സിറ്റിക്ക് ആയിക്കോട്ടെ, ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ ഡിസലൗഡ്, എടുക്കണ്ട. മിസ്ലേനിയസ് ഓഫീസ് എക്സ്പെൻസസ് എടുക്കണോ? വേണം, ഓഫീസിൻ്റെയാണ്. പേഴ്സണൽ എക്സ്പെൻസസ് വേണ്ട. ഹൗസ് പ്രോപ്പർട്ടി, അതിൻ്റെ ടാക്സ്, ഇൻഷുറൻസ് ഒക്കെ തന്നിട്ടുണ്ട്, ഇതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് പ്രൊഫഷണൽ എക്സ്പെൻസ് മാത്രം എടുത്താൽ മതി. ഓക്കെ ആണല്ലോ. നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രൊഫഷണൽ ഇൻകം ഓഫ് മിസ്റ്റർ സുഗൻ മിത്ര, എ ലീഡിംഗ് ലോയർ ഇൻ കൊൽക്കത്ത ഫോർ ദി ഇയർ എൻഡഡ് 31st March 2020. പർട്ടിക്കുലേഴ്സ് കോളം 2 എമൗണ്ട് കോളം. പ്രൊഫഷണൽ റിസീപ്റ്റ്, അതിലാകെ ഒരു റിസീപ്റ്റേ ഉള്ളൂ. പ്രൊഫഷണൽ ഫീസ് 2,80,000. ടോട്ടൽ റിസീപ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അത് തന്നെ എഴുതാനുള്ളൂ. പ്രൊഫഷണൽ ഫീസ്
ഇനി പ്രൊഫഷണൽ എക്സ്പെൻസസ്, മോട്ടോർ കാർ എക്സ്പെൻസ് 16,000-ൻ്റെ 3/4 എടുക്കാൻ പാടുള്ളൂ, 12,000 രൂപ. സാലറി, റെൻ്റ് ഓഫ് ചേംബർ, ടെലിഫോൺ എക്സ്പെൻസ്, മാഗസിൻ സബ്സ്ക്രിപ്ഷൻ, അത്രയും ഫുള്ളുണ്ട്. ഇനി മോട്ടോർ കാർ പർച്ചേസ് ആണ് തന്നേക്കണേ. നമ്മൾ പർച്ചേസ് എടുക്കാൻ പാടില്ല, പകരം എന്താ കൊടുക്കാവൂ? ഡിപ്രീസിയേഷൻ. അപ്പോൾ ഡിപ്രീസിയേഷൻ ഓഫ് മോട്ടോർ കാർ എന്ന് പറഞ്ഞിട്ട് മോട്ടോർ കാറിൻ്റെ ഡിപ്രീസിയേഷൻ 20% എന്ന പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 50,000 ഇൻറ്റു 20/100, അപ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ കിട്ടി. അതിൻ്റെ 3/4 എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് 7,500 കിട്ടും. പിന്നെ മിസ്ലേനിയസ് ഓഫീസ് എക്സ്പെൻസ് 11,000. വേറൊരു ഐറ്റം അയാളുടെ പ്രൊഫഷണൽ റിസീപ്റ്റ് അല്ല. അപ്പോൾ നമുക്ക് ടോട്ടൽ 75,500 കിട്ടും. അപ്പോൾ പ്രൊഫഷണൽ ഇൻകം എന്ന് പറഞ്ഞിട്ട് 1 - 2 ചെയ്യുമ്പോൾ 2,04,500, 2,04,500 കിട്ടും. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്. ബിസിനസ്സിൻ്റെ ഇൻകം സംബന്ധിച്ച് പ്രൊഫഷണൽ ഇൻകം കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി ഈസിയാണ്. നന്നായി ചെയ്ത് നോക്കുക. വേറെ പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല. ഓക്കെ, ഇനി ഒരു തിയറിയും കൂടി മിസ് എടുത്തു തരാം. കോസ്റ്റ് ഓഫ് മെഡിസിൻ. അതായത് നമ്മുടെ ഡോക്ടറുടെ പ്രോബ്ലം ചെയ്യുമ്പോഴേ കോസ്റ്റ് ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം തരും. അപ്പോൾ ഇവിടെ ബിസിനസ്സുകാരന് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യാൻ 3 സിസ്റ്റമാണ് ഉള്ളത്. 3 സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ക്യാഷ് സിസ്റ്റം. അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നത് 2 മാർക്കിനൊക്കെ ചോദിക്കുക കേട്ടോ. ബിസിനസ്സുകാരൻ അക്കൗണ്ട് കീപ്പ് ചെയ്യുന്ന 3 സിസ്റ്റംസാണ് ക്യാഷ് സിസ്റ്റം, മെർക്കൻറ്റൈൽ സിസ്റ്റം ആൻഡ് തേർഡ് വൺ ഈസ് ഹൈബ്രിഡ് സിസ്റ്റം. ഏതൊക്കെയാണ്? ക്യാഷ് സിസ്റ്റം, മെർക്കൻറ്റൈൽ സിസ്റ്റം, ഹൈബ്രിഡ് സിസ്റ്റം. ക്യാഷ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഓൺലി ക്യാഷ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് എന്ന് പറഞ്ഞാൽ ക്യാഷ് വന്നത് ക്യാഷ് പോയത് മാത്രമേ അവർ റെക്കോർഡ് ചെയ്യുള്ളൂ. ക്യാഷ് റിസീവ്ഡ്, ക്യാഷ് പെയ്ഡ്. എന്നാൽ മെർക്കൻറ്റൈൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാഷ് വന്നത്, വരാനുള്ളത്, ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഔട്ട്സ്റ്റാൻഡിങ്, പ്രീപെയ്ഡ്, അങ്ങനെ എല്ലാം നമ്മൾ ചെയ്യുന്നതാണ് മെർക്കൻറ്റൈൽ സിസ്റ്റം. ഇനി മൂന്നാമത്തെ ഹൈബ്രിഡ് സിസ്റ്റം. ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ക്യാഷ് സിസ്റ്റം ആൻഡ് മെർക്കൻറ്റൈൽ സിസ്റ്റം. സം ഓഫ് ദ ട്രാൻസാക്ഷൻസ് ക്യാഷ് സിസ്റ്റത്തിൽ മാത്രം മെയിൻറ്റെയിൻ ചെയ്യും, സം ഓഫ് ദ ട്രാൻസാക്ഷൻസ് മെർക്കൻറ്റൈൽ സിസ്റ്റത്തിൽ ചെയ്യും. രണ്ടിൻ്റെയും കൂടി കോമ്പിനേഷനാണ് നമ്മൾ ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തരുമ്പോൾ കോസ്റ്റ് ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ബിസിനസ്സുകാരൻ ക്യാഷ് സിസ്റ്റത്തിലാണ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കോസ്റ്റ് ഓഫ് മെഡിസിൻ ഈസ് ഈക്വൽ ടു എന്താണ്? പർച്ചേസ്. നമ്മൾ ഈ ഒരു വർഷം എത്ര പർച്ചേസ് ചെയ്തു അപ്പോഴല്ലേ ക്യാഷ് പോകണുള്ളൂ. ആ പർച്ചേസ് ഓഫ് മെഡിസിൻ എത്രയാണോ പ്രോബ്ലത്തിൽ തന്നേക്കണേ അതാണ് നമ്മൾ കോസ്റ്റ് ഓഫ് മെഡിസിനായിട്ട് എടുക്കേണ്ടത്. ഏത്? അയാൾ കീപ്പ് ചെയ്യുന്ന സിസ്റ്റം ക്യാഷ് സിസ്റ്റം ആണെന്ന് പ്രോബ്ലത്തിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ മെർക്കൻറ്റൈൽ സിസ്റ്റം ആണെന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ക്യാഷായിട്ട് വന്നത് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഇനി ഇദ്ദേഹം മെർക്കൻറ്റൈൽ സിസ്റ്റത്തിലാണ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് മെഡിസിൻ കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നിങ്ങൾ നന്നായി പഠിക്കുക. കോസ്റ്റ് ഓഫ് മെഡിസിൻ ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെഡിസിൻ പ്ലസ് പർച്ചേസസ് ഓഫ് മെഡിസിൻ ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെഡിസിൻ. അങ്ങനെ വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട്. മനസ്സിലായോ? അത് നമ്മുടെ പ്രോബ്ലത്തിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ മെർക്കൻറ്റൈൽ സിസ്റ്റമായിട്ട് അസ്യൂം ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ 3 സിസ്റ്റമാണ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നത്. ആ അക്കൗണ്ട് സിസ്റ്റത്തിൽ കോസ്റ്റ് ഓഫ് മെഡിസിൻ കാണേണ്ടത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ഓക്കെ, താങ്ക് യു.